മമ്മൂട്ടിയുടെ ഗ്യാരേജിലും ഈ രീതിയിൽ തന്നെ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് സ്നേഹ ചേരുന്നത്. സ്നേഹ, കൂടുതൽ വിവരങ്ങൾ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ദുൽഖറിന്റെ ഉൾപ്പെടെ വീടുകളിൽ പരിശോധന നടക്കുമ്പോൾ മമ്മൂട്ടിയുടെ ആ പഴയ ഗ്യാരേജിന്റെ അവിടെയും പരിശോധന വന്നത്. എങ്ങനെയാണ് ആ പരിശോധന മുന്നിലേക്ക് പോകുന്നത്? ഏറ്റവും പുതിയതായിട്ട് അറിയുന്നത് എന്താണ്? പൂജ, ഏകദേശം 10:30 കൂടിയാണ് ഇവിടെ പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടിയുടെ പഴയ വീടിന് സമീപത്തുള്ള 369 ഗ്യാരേജിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയത്. ഇപ്പോഴും ആ പരിശോധനകൾ നീണ്ടു പോവുകയാണ്. ഇവിടെ ഉള്ളത് ഒരു വിന്റേജ് കളക്ഷനാണ്. അതായത് പഴയ മോഡലിലുള്ള ആഡംബര കാറുകളുടെ ഒരു വലിയ ശേഖരമാണുള്ളത്. ഏകദേശം 9ഓളം വാഹനങ്ങൾ ഇവിടെയുണ്ട്. ഈ ഓരോ വാഹനങ്ങളുടെയും രേഖകൾ നിലവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. 5ഓളം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഈ വാഹനങ്ങളുടെ എല്ലാ ഓരോ രേഖകളും സൂക്ഷ്മമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എളംകുളത്തുള്ള ദുൽഖറിനെ മമ്മൂട്ടിയുടെ വീട്ടിൽ പരിശോധന നടക്കുമ്പോൾ അതിന് സമാന്തരമായി തന്നെയാണ് ഇവിടെ മമ്മൂട്ടിയുടെ ഈ ഗ്യാരേജിലും പരിശോധന നടത്തുന്നത്. ഏതായാലും ആദ്യം തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഈ നടന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനും കബളിപ്പിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ ഇവരുടെ അറിവോടെയാണ് എന്നതടക്കമുള്ള ഒരു വിശദാംശങ്ങളൊക്കെ പുറത്ത് വരേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും ഇപ്പോൾ ആ ഭൂട്ടാനിൽ നിന്നും നിയമവിരുദ്ധമായി എത്തിച്ച ഈ കാറുകൾ ഇവരുടെ കൈവശമുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു നിയമ നടപടിയൊക്കെ ഇവർ നേരിടേണ്ടി വരും എന്ന കാര്യവും തീർച്ചയാണ്. 15ഓളം ഇടങ്ങളിലാണ് കൊച്ചിയിൽ മാത്രമായി പരിശോധന നടക്കുന്നത്. കാർ ഷോറൂമുകളിലടക്കം പരിശോധന നടക്കുന്നുണ്ട്.